ഫ്രണ്ട്സ്, അപ്പോൾ ഇതാ നമ്മൾ അണ്ടിക്കറി ഫുള്ളാക്കി എടുത്തിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട് കണ്ടു. അപ്പോൾ നമുക്കിനി ഇത് കഴിക്കാം. നമുക്കിന്ന് കശുവണ്ടി ഉള്ളെടുത്തിട്ട് കറി വെച്ച് നോക്കാം. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ കയ്യിൽ കറിയൊന്നും പറ്റിക്കാതെ നമ്മളിത് ഇങ്ങനെ മുറിച്ചെടുക്കാം. ഇത് നന്നായിട്ട് പൊള്ളും കേട്ടോ കയ്യിൽ കറിയൊക്കെ പറ്റിയാൽ. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ എടുക്കുന്നത്. ഇതപ്പം ഗൈസ്, അപ്പം നമുക്കിന്ന് അണ്ടിക്കറി ചുട്ടും നോക്കാം. കശുവണ്ടിയാണിത്. അണ്ടിക്കറി ചുട്ടല്ല നോക്കുന്നത്, അണ്ടിക്കറി വെച്ചു. അപ്പോൾ ഗൈസ് ഇതുണ്ടോ, ഇതാണ് പിഞ്ചണ്ടി. ഇത് നമുക്കിന്ന് കറി വെച്ച് നോക്കാവേ. അപ്പോൾ ആദ്യം നമ്മളിതിങ്ങനെ മുറിക്കണം. കൈയൊക്കെ പൊള്ളുന്നത് കൊണ്ടാണ് നമ്മൾ ഈ കവറൊക്കെ ഇട്ടിട്ടിരിക്കുന്നത്. ഗ്ലൗസൊക്കെ ഇട്ടിട്ട് നിങ്ങൾ ചെയ്യണം. കുട്ടികളാരും ചെയ്ത് നോക്കണ്ടേ. എത്ര കഴിച്ചിട്ടുണ്ടോ പിഞ്ചണ്ടി മുറിച്ചത്? പിഞ്ചണ്ടി കറി കഴിച്ചിട്ടുണ്ടോ? ആ, ഞാൻ കഴിച്ചിട്ടുണ്ട്. അത് മറ്റേ ഉണക്കണ്ടി വെള്ളത്തിൽ ഇട്ടിട്ടുള്ളതല്ലേ കഴിച്ചു നീ? പിഞ്ചണ്ടി ഇന്നുവരെ കഴിച്ചിട്ടില്ലല്ലോ. ഇല്ല. അപ്പോൾ നമുക്കിത് ട്രൈ ചെയ്ത് വരും. നമ്മൾ ചൂടുവെള്ളത്തിലിട്ടിട്ടുണ്ട്. പിന്നെ നമുക്കിനി ഇതിൻ്റെ തൊലിയെല്ലാം ഇതുപോലെ പൊളിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാത്തിൻ്റെ തൊലി ഇങ്ങനെ നല്ല ക്ലീനാക്കി പൊളിച്ചെടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ തീ കത്തിച്ചപ്പോൾ ഇത് സവോളയും പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടതൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ, ഉപ്പും പിന്നെ ഇട്ടിട്ട്. അപ്പോൾ ഇതെടുത്തു. ഇനി നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക്, നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ തിന്ന് നോക്കാം. നമ്മുടെ കറി നമുക്ക് കഴിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് ചാറെടുത്തു. അടിപൊളിയാണ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കാം. ബൈ. സബ്സ്ക്രൈബ്.